ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോട്ട്സ് ഫ്രം ദ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന ഫിയോഡോർ ഡോസ്റ്റോയെവ്സ്കിയുടെ ഒരു നോവലിനെ കുറിച്ചിട്ടാണ്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ നോവല, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഓതർ. ഡോസ്റ്റോയെവ്സ്കി ഒരു റഷ്യൻ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, എസ്സേയിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമ്മൾ മേജറായിട്ട് കാണുന്ന തീംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ്. അതായത് ഇപ്പം ഹ്യൂമൻ്റെ കണ്ടീഷൻസ് എപ്പോഴും നല്ലതുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. സോ ഒരു മെൻ്റലി ടോർമെൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒട്ടും നല്ലൊരു സോഷ്യൽ പൊളിറ്റിക്കൽ സിനാരിയോ അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നല്ലതുപോലെ തന്നെ ഡെപിക്റ്റ് ചെയ്യാറുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമ്മളുടെ ഹ്യൂമൻ ഇമോഷൻസ്, ഹ്യൂമൻ്റെ ഉള്ളിലെ ഗിൽറ്റ്, ഫിയർ, ആങ്സൈറ്റി അതൊക്കെ നല്ലതുപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ട് ഡെപിക്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമ്മൾ ഉടനീളം കാണുന്നൊരു തീമാണ് റിലിജിയൻ. ഹി അഡ്രസ്സസ് ആൻഡ് ക്വസ്റ്റ്യൻസ് റിലിജിയൻ. ആ റിലിജിയൻ എന്ന ടോപ്പിക് അദ്ദേഹം നല്ലതുപോലെ തന്നെ എല്ലാ വർക്ക്സിലും റിലിജിയനും ഫെയ്ത്തും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. തൻ്റെ വർക്ക്സിൽ ഒരുപാട് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഫിയോഡോർ ദോസ്റ്റോയെവ്സ്കി. സോ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം എന്താണ് ലൈഫിൻ്റെ മീനിങ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലൈഫ്, അതുപോലെ തന്നെ എന്താണൊരു പേഴ്സണെ മോറലാക്കി മാറ്റുന്നത്, പിന്നീട് ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെ ഫ്രീഡം എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണോ അല്ലെങ്കിൽ ഒരു ബേർഡൻ ആണോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം തൻ്റെ വർക്ക്സിൽ റെക്കറിങ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നീട് വേറെയും ഒരുപാട് തീംസ് തൻ്റെ വർക്ക്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്രീ വിൽ എന്ന് പറയുന്നത് ഈ വർക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. അതായത് ഹ്യൂമൻസിന് ഒരു ഫ്രീഡം ടു ചൂസ് വാട്ട് ദേ വോണ്ട് ടു ഡു ആൻഡ് വാട്ട് ദേ ഡു നോട്ട് വോണ്ട് ടു ഡു. അതേപോലെ തന്നെ അവർക്ക് ഇറാഷണലായിട്ടും റാഷണലായിട്ടും ചിന്തിക്കാം. ഇറ്റ് ഈസ് അപ് ടു ദം അല്ലേ. അപ്പോൾ ഇത് നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന വർക്കിൻ്റെ സെൻട്രൽ ഐഡിയ ആണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ദ ബ്രദേഴ്സ് കാരമസോവ്, ദ ഇഡിയറ്റ്, ദ ഗാംബ്ലർ, ഡീമൻസ്, നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ എപ്പോഴും കാണുന്ന തീംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്രൈം, ഗിൽറ്റ്, റിഡംഷൻ, ഫ്രീ വിൽ, ഫെയ്ത്ത്, ഗോഡ്, ഡൗട്ട്, ഗുഡ് വേഴ്സസ് ഈവിൾ, psychological conflict, suffering, alienation, isolation, poverty, social injustice, human nature and existential questions. സോ ഇനി നമുക്ക് നോവലിലേക്ക് പോവാം. ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1864 1864 ഇൻ ദ ജേർണൽ ടൈറ്റിൽഡ് ഈപോക്ക്, EPOCH. അപ്പോൾ ഈപോക്ക് എന്ന് പറയുന്ന ഒരു ജേർണലിലാണ് ഫസ്റ്റ് ഈ നോവല പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ഇൻ ദ ഫോം ഓഫ് എ കൺഫെഷൻ. ഇവിടെ കൺഫെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അണ്ടർഗ്രൗണ്ട് മാൻ തൻ്റെ ലൈഫിൽ നടക്കുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. തൻ്റെ തോട്ട്സ്, ഉള്ളിലുള്ള ആങ്സൈറ്റി, ഫിയർ, ഓരോരോ കാര്യങ്ങളും ഈ ലെറ്റേഴ്സിലൂടെ മെമ്മോയേഴ്സിലൂടെ ഒരുപാട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നോവല തീരുമ്പോഴും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഉള്ളിലുള്ള തോട്ട്സ് അത് അൺഎൻഡിങ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഒരു കൺഫെഷൻ എന്ന രീതിയിൽ ഈ നോവൽ എഴുതിയിരിക്കുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ നോവലയുടെ ഫസ്റ്റ് ടൈറ്റിൽ കൊടുത്തിരുന്നത് എ കൺഫെഷൻ എന്നായിരുന്നു. ഈ പോക്കിലാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് നമ്മൾ പറഞ്ഞില്ലേ, ആ ജേർണലിൽ എ കൺഫെഷൻ എന്നൊരു ടൈറ്റിലാണ് അദ്ദേഹം ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഈ നോവലയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 19th century റഷ്യയാണെന്ന്. അവിടെ ഒരുപാട് വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ നോവലയുടെ മേജർ തീം എന്ന് പറയുന്നത് ദ പാരാലിസിസ് ഓഫ് റാഷണൽ മാൻ ഇൻ എ മോഡേൺ സൊസൈറ്റി. ഒരു മോഡേൺ സൊസൈറ്റിയിൽ റാഷണലായിട്ട് ചിന്തിക്കുന്ന, അതായത് റീസൺ കൊണ്ട് തിങ്ക് ചെയ്യുന്ന, നല്ലപോലെ ചിന്തിക്കാനും കോൺഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തി ഓഫൺ ഈ മോഡേൺ സൊസൈറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കും, ഏലിയനേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രൊഡക്റ്റ് ഓഫ് മോഡേൺ സൊസൈറ്റി ഫീൽസ് ഏലിയനേറ്റഡ്. ഈ മോഡേൺ സൊസൈറ്റിയുടെ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റാഷണൽ മാൻ. അപ്പോൾ ഈ നോവലയിൽ ഈ ഒരു തീം മെയിൻലി കൊണ്ടുവരുന്നത് റെഫറൻസ് ടു ക്രിസ്റ്റൽ പാലസിലൂടെയാണ്. അപ്പോൾ നമുക്ക് സമ്മറി ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഈ പോയിൻറ്റ്സ്. ആൻഡ് ഈ നോവലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നോവല 2 parts ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ തൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനും സെക്കൻഡ് പാർട്ടിൽ പാസ്റ്റ് ഇവൻറ്റ്സുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈസ് ടൈറ്റിൽഡ് അണ്ടർഗ്രൗണ്ട്, സെക്കൻഡ് പാർട്ട് ഈസ് ടൈറ്റിൽഡ് അപ്രോപ്പോസ് ഓഫ് ദ വെറ്റ് സ്നോ. ഈ നോവലയിൽ എവിടെയും പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പേര് റിവീൽ ചെയ്തിട്ടില്ല.
അപ്പോൾ എന്താണ്, അനോണിമസ് ആയിട്ടുള്ളൊരു അണ്ടർഗ്രൗണ്ട് മാനാണ് ഈ നോവലിൻ്റെ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ് കറൻ്റ്ലി 40 years old. 40 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് തൻ്റെ പ്രസൻറ്റ് ലൈഫിലാണ്. അപ്പോൾ ഈ നോവലിൽ എന്താണ്, അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ, എഴുതിക്കൊണ്ടിരിക്കുന്നതിലൂടെയാണ് ഈ നോവല പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കറൻ്റ്ലി ഹീസ് 40 years old. അപ്പോൾ അദ്ദേഹം ഒരു റിട്ടയേർഡ് സിവിൽ സെർവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇൻഹെറിറ്റ്സ് സം മണി അല്ലേ, റിട്ടയേർഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ട് കയ്യിൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ നോവലിനെ നോക്കേണ്ടത്. അപ്പോൾ ഈ സമ്മറിയിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ മെയിൻലി ഒരു കാര്യം ഓർക്കണം, ദാറ്റ് ഈ വർക്ക് എങ്ങനെ എഴുതി, അണ്ടർഗ്രൗണ്ട് എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി, ഡസ്റ്റോവ്സ്കിക്ക് എങ്ങനെ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടംപററി ആയിട്ടുള്ളൊരു റഷ്യൻ ഫിലോസഫർ ഉണ്ടായിരുന്നു. ആ റഷ്യൻ ഫിലോസഫറിൻ്റെ പേരാണ് ഷെർനിഷേവ്സ്കി. CHERNYSHEVSKY. ഷെർനിഷേവ്സ്കി എന്ന് പറയുന്ന ഒരു റഷ്യൻ ഫിലോസഫർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ടംപററി ആയിരുന്നു. അപ്പോൾ ഹീ അപ്ഹെൽഡ് ദ ഫിലോസഫി കോൾഡ് റാഷണൽ ഈഗോയിസം എന്ന് പറയുന്നൊരു ഫിലോസഫി അദ്ദേഹം അപ്ഹെൽഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ റാഷണൽ ഈഗോയിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി തൻ്റെ വർക്കായിട്ടുള്ള വാട്ട് ഈസ് ടു ബി ഡൺ എന്നൊരു നോവലിലാണ് ഷെർനിഷേവ്സ്കി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഏതാണ് റാഷണൽ ഈഗോയിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി. സോ അതിൻ്റെ അകത്ത് ആ ഒരു നോവലിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒരു ക്യാരക്ടർ അണ്ടർഗ്രൗണ്ട് ഹോളിലുള്ള ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അണ്ടർഗ്രൗണ്ട് ഹോൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് എന്നൊരു കോൺസെപ്റ്റ് ഡസ്റ്റോവ്സ്കിക്ക് വന്നത്. അല്ലെങ്കിൽ എന്താണ്, തൻ്റെ ഷെർനിഷേവ്സ്കി എന്ന തൻ്റെ കണ്ടംപററി ഫിലോസഫറിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിനോടുള്ള തൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന നോവല ഡസ്റ്റോവ്സ്കി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ഈസ് ടൈറ്റിൽഡ് അണ്ടർഗ്രൗണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 11 ചാപ്റ്റേഴ്സാണ് ടോട്ടലി ഉള്ളത്. ഫസ്റ്റ് സെക്ഷനിൽ മേജറായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ അനോണിമസ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് മാനിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. ഹി റൈറ്റ്സ് ലെറ്റേഴ്സ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൺഫെഷൻ പോലെ എല്ലാം എഴുതുന്നത് കൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണോ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് എന്താണോ അതൊക്കെയാണ് ഫസ്റ്റ് സെക്ഷനിൽ എവിഡൻ്റ് ആയിട്ട് വരുന്നത്. So it reveals what kind of a person he is and what kind of a person is talking to us. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രഡിക്ടറി സ്റ്റാൻസിനെ കുറിച്ചിട്ടാണ് ഈ നോവലയിൽ പറയുന്നത്. അതായത് ഒരേ സമയം അദ്ദേഹം പറയാണ് ഹീ ഫീൽസ് ഏലിയനേറ്റഡ് ഫ്രം ദ സൊസൈറ്റി, ആൻഡ് അതേസമയം തന്നെ അദ്ദേഹം പറയാണ് ഹീ ഹാസ് ഏലിയനേറ്റഡ് ഹിംസെൽഫ്. ഇതിപ്പോൾ രണ്ട് കാര്യം ഒരേ സമയത്ത് പറയുമ്പോൾ എന്താണ്, അദ്ദേഹത്തിന് സ്വയമായിട്ട് ചിന്തിക്കാനൊരു ഇതില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കറക്റ്റ് അല്ലേ? ലൈക്ക് ഹി ഈസ് സെയിങ് വൺ തിങ് ആൻഡ് അതിന് എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം തന്നെ അദ്ദേഹം അതിൻ്റെ കൂടെ പറയും. അപ്പോൾ വായിക്കുന്നവർക്ക് അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് അദ്ദേഹം പറയാണ് അദ്ദേഹം സ്വയം സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അതേസമയം അദ്ദേഹം പറയുന്നത് സൊസൈറ്റി തന്നെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു കാര്യം. സോ അങ്ങനെ അദ്ദേഹം സംസാരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് കോൺട്രഡിക്ടറി സ്റ്റാൻഡാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, കോൺട്രഡിക്ഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് നമ്മളുടെ അണ്ടർഗ്രൗണ്ട് മാനിൻ്റെത്. അപ്പോൾ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതുന്നതിലൂടെ തന്നെ റിവീലായി വരുന്നുണ്ട്. അപ്പോൾ ഹീ ഡിസ്ക്രൈബ്സ് ഒരു ബിറ്റർ പേഴ്സൺ ആണ് അദ്ദേഹം. പിന്നെ ബിറ്റർ പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ. ബാക്കിയുള്ളവരോട് വെറുപ്പുള്ളതുപോലെ സ്വന്തം ക്യാരക്ടറിനോടും വെറുപ്പുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. 19th സെഞ്ച്വറിയോട് അദ്ദേഹത്തിന് പുച്ഛമുണ്ട്. പക്ഷേ 19th സെഞ്ച്വറിയിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യൻ എന്ന നിലയിൽ അതിനോടും പുച്ഛമുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു കോൺട്രഡിക്ടറി കൈൻഡ് ഓഫ് ക്യാരക്ടർ ആണെന്ന്. അപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള നേച്ചറുള്ള ഒരു വ്യക്തിയാണെന്ന നിലയിൽ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും അദ്ദേഹം ഇൻഡിസൈസീവ് ആണ്. അതായത് ഡിസിഷൻസ് സ്വയം എടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹീ ഈസ് കോൺഫ്ലിക്റ്റഡ് വിത്ത് കോൺട്രഡിക്ഷൻസ്, ഹീ ഈസ് ഇൻഡിസൈസീവ്. അതായത് ഒരു സമയത്ത് ഒന്ന് പറയുന്നു, അതേ സമയത്ത് തന്നെ അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം അയാൾ തന്നെ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വയം താൻ എന്ത് ചെയ്യണം, താൻ അത് ചെയ്യണോ, ഇവിടെ പോകണോ, ഇവിടെ പോകണ്ടോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, ഞാൻ അങ്ങനെ ചെയ്താൽ എങ്ങനെ ആൾക്കാർ വിചാരിക്കും, ഇങ്ങനെ ഒരുപാട് തോട്ട്സിൽ കോൺഫ്ലിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ ആദ്യമേ ഈ ഡസ്റ്റോവ്സ്കിയുടെ മേജർ തീംസ് വർക്ക്സിൽ പോർട്രേ ചെയ്യുന്ന മേജർ തീംസ് ഡിസ്കസ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ, ഈ സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് മെയിൻലി എല്ലാ വർക്ക്സിലും ഏകദേശം അദ്ദേഹത്തിൻ്റെ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നേച്ചർ എങ്ങനെയായി ആൻഡ് ഫസ്റ്റ് സെക്ഷനിൽ അദ്ദേഹം സ്വന്തം ക്യാരക്ടർ റിവീൽ ചെയ്യാണ്. സെക്കൻഡ് സെക്ഷനിലാണ് താൻ എങ്ങനെ ഈ രീതിയിലായി എന്നതുകൊണ്ട്
വ്യക്തമാക്കുന്നത്. സോ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഫസ്റ്റ് സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഇതുവരെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്ന ഒരു അൺനെയിംഡ് നെറേറ്ററാണ് ആൻഡ് അൺനെയിംഡ് അണ്ടർഗ്രൗണ്ട് മാൻ. ആൻഡ് അദ്ദേഹം ഒരു ബിറ്റർ പേഴ്സൺ ആണ്, സെൽഫ് ലോതിങ് ആണ്, വെറുപ്പുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം കാര്യങ്ങളോടും സ്വയം. ആൻഡ് അതേപോലെ തന്നെ എന്താണ് സെൽഫ് ലോതിങ് എന്ന് നമുക്ക് വ്യക്തമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ സ്പൈറ്റ്ഫുൾ എന്നൊരു വാക്ക് അദ്ദേഹം ഒരു 10 തവണ എങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. അത്രയും തവണ അങ്ങനെ ഒരു പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. തൻ്റെ റൈറ്റിങ്സിൽ അങ്ങനെ എവിഡൻ്റ് ആണെങ്കിൽ സ്വയം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ആൻഡ് എന്താണ് അദ്ദേഹം തന്നെ പറയണം, ഞാൻ ഇഡിയറ്റ് ഒന്നുമല്ല, ഞാൻ ഇൻ്റലിജൻ്റ് ആണ്, ഞാൻ വെൽ റെഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഒരുപാട് വായിക്കാറുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആൻഡ് എന്താണ് അത് നമുക്ക് എവിഡൻ്റ് ആവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ റൈറ്റിങ്സിൽ തന്നെ ഒരുപാട് ഫിലോസഫിക്കൽ ആൻഡ് ലിറ്റററി ടെക്സ്റ്റിനെയൊക്കെ അതിൻ്റെയൊക്കെ റെഫറൻസസ് നമ്മൾ ഈ വർക്കിൽ കൊണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് വെൽ റെഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതും ചില സമയത്ത് പ്രശ്നമാവും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ ഈ സെയിം ഇൻ്റലിജൻസ് ആണ് അദ്ദേഹത്തിനെ പാരലൈസ് ചെയ്യുന്നതെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഡിഫൈൻ ചെയ്യുന്ന ടേമാണ് ഹൈപ്പർ കോൺഷ്യസ്നെസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അദ്ദേഹത്തിന് 19th സെഞ്ച്വറിയോട് പുച്ഛമുണ്ട്. അപ്പോൾ 19th സെഞ്ച്വറി ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വയം പുച്ഛമുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു തിയറിയാണ് യൂട്ടിലിറ്റേറിയനിസം. അപ്പോൾ യൂട്ടിലിറ്റേറിയനിസം എന്നൊരു കാര്യത്തിൽ മെയിൻലി ഉള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മാൻ വിൽ നോട്ട് ഡു എനിത്തിങ് ദാറ്റ് ഈസ് നോട്ട് ടു ഹിസ് അഡ്വാൻറ്റേജ്. അതായത് പീസ്, വെൽത്ത്, പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മനുഷ്യൻ വേറെ ഒന്നും ചെയ്യൂല എന്നൊരു തിയറിയാണ് യൂട്ടിലിറ്റേറിയനിസത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. സോ യൂട്ടിലിറ്റേറിയനിസത്തിനോട് 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാര്യത്തിനോട് അദ്ദേഹത്തിന് ഭയങ്കര വെറുപ്പായിരുന്നു. ഹിസ് ഡീപ്പ് കണ്ടംപ്റ്റ് ഫോർ ദ 19th സെഞ്ച്വറി യൂട്ടിലിറ്റേറിയനിസം ഈസ് എവിഡൻറ്റ് ഇൻ ദ നോവല. One has to wonder whether Dostoevsky's opinions are voiced through the unnamed narrator. അതായത് രണ്ടുപേരുടെ ഒപ്പീനിയൻ സെയിം ആണ്. അപ്പോൾ ഈ ഓതറിൻ്റെ മനസ്സിലുള്ള ഓരോരോ ഒപ്പീനിയൻസ്, ഓരോരോ ഫിലോസഫിയുടെ കുറിച്ചുള്ള എന്താണ് നെഗറ്റീവ്സ്, പോസിറ്റീവ്സ്, തൻ്റെ ഒപ്പീനിയൻസ് ആണോ ഈ അണ്ടർഗ്രൗണ്ട് മാനിലൂടെ ഡെപ്പിക്റ്റ് ചെയ്തതെന്ന് ഒരുപാട് ക്രിട്ടിക്സ് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ലീവ് ഇറ്റ്. നമ്മൾ അതിലോട്ട് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോവലയുടെ ഫസ്റ്റ് സെക്ഷനിൽ ബാക്കി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. ഇപ്പോൾ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്, അദ്ദേഹം ഒരു ഹൈപ്പർ കോൺഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മളുടെ അണ്ടർഗ്രൗണ്ട് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ നറേറ്റർ ഈസ് ഇൻറ്റൻസ്ലി കോൺഷ്യസ് ഓഫ് ഹിസ് ഓൺ ഡീഗ്രഡേഷൻ. അതായത് ഇതിനൊരു നല്ല ബെസ്റ്റ് എക്സാമ്പിൾ നോവലിലെ തന്നെ ഒരു ഇൻസിഡൻ്റ് ആണ്. അതായത് ഈ അണ്ടർഗ്രൗണ്ട് മാൻ സഫേഴ്സ് ഫ്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ടൂത്ത് പെയിനും അതേപോലെ തന്നെ ലിവർ പെയിനും ടൂത്ത് ഏക്കും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇത്രയും പെയിൻ ഉണ്ടായിരുന്നിട്ട് പോലും ഹി റെഫ്യൂസസ് ടു ഗെറ്റ് ട്രീറ്റഡ്. ഒരു ഡോക്ടറിനെ പോയി കാണുക, മരുന്ന് വാങ്ങിക്കുക, ചികിത്സിക്കുക എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന് അറിയാം ദാറ്റ് ചികിത്സ ചെയ്തില്ലെങ്കിൽ ഡോക്ടർ നല്ല നഷ്ടം, തനിക്കാണ് നഷ്ടം, അദ്ദേഹത്തിന് അറിയായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഫാക്ട് അവെയർ ആയിരുന്നിട്ട് പോലും ഹി റെഫ്യൂസസ് ടു ഗെറ്റ് ട്രീറ്റഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് ദിസ് ഇസ് എ ഡയറക്റ്റ് കോൺട്രഡിക്ഷൻ ടു ദ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി. യൂട്ടിലിറ്റേറിയനിസം ഫിലോസഫി പറയുന്നത് എന്താണ്, മാൻ വിൽ നോട്ട് ഡു എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് ടു ഹിസ് അഡ്വാൻറ്റേജ് എന്നൊരു കാര്യമാണ്. അപ്പം അതിനുള്ളൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കറക്റ്റ് കോൺട്രഡിക്ഷനാണ് അദ്ദേഹം ഡോസ്റ്റോവ്സ്കി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആ പെയിനൊക്കെ വന്നിട്ട് പോലും ട്രീറ്റഡ് ആവാൻ തയ്യാറായില്ലെന്ന്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ വേറൊരു ട്രേറ്റ് നമുക്ക് വ്യക്തമാകും, മെസോക്കിസം എന്ന് പറയും ആ ടേമിന്. അതായത് സംവൺ ഹൂ ഡിറൈവ്സ് പ്ലഷർ ഫ്രം പെയിൻ, അങ്ങനെയൊക്കെയാണ് മെസോക്കിസ്റ്റ് പറയുന്നത്. So he is a masochistic person because he derives pleasure in pain. അതേപോലെ തന്നെ നമ്മളുടെ ഈ അൺനെയിംഡ് അണ്ടർഗ്രൗണ്ട് മാൻ എന്ന് പറയുന്ന ഒരു നിഹിലിസ്റ്റ് ആണ്. നിഹിലിസ്റ്റ് എന്ന് പറയുന്ന പേഴ്സൺ ഹു ഇസ് ബിലീവിങ് ഇൻ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫി. പിന്നീട് നമ്മളുടെ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടെ തന്നെ ഒരു പയനിയർ ആയിട്ടുള്ളൊരു ഫിലോസഫറാണ് ജീൻ പോൾ സാർട്രെ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മളുടെ നോട്ട്സ് ഫ്രം ദ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എക്സിസ്റ്റൻഷ്യൽ വർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ എന്ന് ജീൻ പോൾ സാർട്രെ പറയുന്നുണ്ട്. സോ ഇതിത്രയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമുക്ക് ഡീറ്റെയിൽസിൽ കിട്ടുന്നത് ഫസ്റ്റ് സെക്ഷനിലൂടെ മെയിൻലി. ആൻഡ് ഈ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ അണ്ടർഗ്രൗണ്ട് മാൻ 2 കാറ്റഗറീസ് ഓഫ് മെന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റഗറി ഓഫ് മെൻ എന്ന് പറയുന്നത് മെൻ ഓഫ് അക്യൂട്ട് കോൺഷ്യസ്നെസ് ആണ്. ആൻഡ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് മെൻ ഓഫ് ആക്ഷൻ ആണ്.
ആദ്യം പറഞ്ഞ മെൻ ഓഫ് അക്യൂട്ട് കോൺഷ്യസ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാം അറിയാവുന്ന, എല്ലാ കാര്യത്തിനെക്കുറിച്ച് അവെയറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അതായത് മെൻ ഓഫ് അക്യൂട്ട് കോൺഷ്യസ്നെസ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ അണ്ടർഗ്രൗണ്ട് മാനിന് തന്നെയാണ്. കാരണം ഹീസ് മിസറബിൾ ബിക്കോസ് ഹി ന്യൂ എവ്രിതിങ്, ഓൾ അബൌട്ട് എവ്രിതിങ്. വെൽ റെഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു മിസറബിൾ സ്റ്റേറ്റിലാണ് ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ അണ്ടർഗ്രൗണ്ട് മാനിന് ഹൈറ്റൻഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഉണ്ട്, ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന് തിങ്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എവിഡൻ്റ് ആവുന്ന എപ്പോഴാണെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ഓൺ സ്വഭാവത്തിൽ തന്നെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ ഉടനീളം കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ ഒരേ സമയത്ത് ഒരുപാട് തോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, കോൺഫിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഹിസ് കോർഡിനേറ്റ് സ്റ്റേറ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേ സമയത്ത് മെൻ ഓഫ് ആക്ഷൻ, അതായത് മെൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള സാധാരണക്കാരെ ആണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മെൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ അണ്ടർഗ്രൗണ്ട് മാൻ, മെൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സ്റ്റുപ്പിഡാണ്. ഓക്കെ, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്താണ് മെൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. കാരണം അവർ നാരോ മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിളാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല എന്നൊക്കെയാണ് അണ്ടർഗ്രൗണ്ട് മാൻ പറയുന്നത്. അപ്പം അവർ റിയാലിറ്റിയിലാണ് നിൽക്കുന്നത്. അതായത് എന്താണ് ജെൻഡറിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഫീമെയിലിൻ്റെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഫീമെയിൽ എപ്പോഴും എന്താണ് സക്കം ടു ദ പേട്രിയാർക്കൽ നോംസ് അങ്ങനെ ആയിരിക്കൂലല്ലോ. ദേ പ്രൊട്ടസ്റ്റ്, അവർ മാറും. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് ജെൻഡറിനെ കുറിച്ച് ഒരു നോളജും ഇല്ലാത്ത ഒരാളടുത്ത് വന്നിട്ട് പേട്രിയാർക്കൽ സൊസൈറ്റി അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പം അവർ ചിലപ്പം എഗ്രി ചെയ്യണം എന്നില്ല. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിൻറ്റ്. അപ്പോൾ 2 കാറ്റഗറീസ് ഓഫ് മാനെയാണ് ഈ നോവലയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മെൻ ഓഫ് അക്യൂട്ട് കോൺഷ്യസ്നെസ്സും മെൻ ഓഫ് ആക്ഷനും. അപ്പം മെൻ ഓഫ് അക്യൂട്ട് കോൺഷ്യസ്നെസ്സിൻ്റെ എക്സാമ്പിൾ ഈ അണ്ടർഗ്രൗണ്ട് മാനും, മെൻ ഓഫ് ആക്ഷൻ്റെ എക്സാമ്പിൾ നോർമലായിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പം ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ടാണ് താനും തൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരും വ്യത്യസ്തരാവുന്നത് എന്നും കൂടെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുകയാണ്, ഹീ ബിക്കംസ് കറപ്റ്റഡ് ആൻഡ് മിസറബിൾ ബിക്കോസ് ഹീ ഈസ് അവെയർ ഓഫ് വാട്ട് അതേഴ്സ് ആർ അൺഅവെയർ ഓഫ്. അതായത് ബാക്കിയുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് തന്നെ അദ്ദേഹം കറപ്റ്റഡ് ആവുന്നു, മിസറബിൾ ആവുന്നു എന്നൊക്കെ സ്വയം അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് ഹൈപ്പർ കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലപോലെ തന്നെ അറിയാം ലൈഫ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാ ഹ്യൂമൻ ബീയിങ്സും മരിക്കുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ ടൂത്ത് ഏക്ക് ഉണ്ട്, ലിവർ പെയിൻ ഉണ്ട്, പക്ഷേ ട്രീറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ലൈഫ് മീനിങ്ലെസ് ആണ്, അതിനൊരർത്ഥമില്ല. അതിന് എന്താണ് എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മൾ മിസറിയിലോട്ട് കടന്നു പോകും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്താണ് അദ്ദേഹം പ്ലെഷർ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേദനയിൽ. സോ ഇതിത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് സെക്ഷനിലോട്ട് പോകുമ്പം അപ്രോപ്പോസ് ഓഫ് ദ വെറ്റ് സ്നോ ആണ് നമ്മൾ കാണുന്നത്. സോ അതാണ് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എൻഡ് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, അദ്ദേഹം ഈ അണ്ടർഗ്രൗണ്ട് മാന് ഈ സ്നോഫോൾ എല്ലാത്തിനെയും കവർ ചെയ്യുന്നത് ഇങ്ങനെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതെല്ലാത്തിനെയും കവർ ചെയ്തുകൊണ്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിലുള്ള ഒരുപാട് ഇവൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. ആ കാര്യങ്ങൾ ഓർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് ട്രിഗർ ആവുകയാണ് ചെയ്തത്. സോ അദ്ദേഹത്തിൻ്റെ ട്രാൻസിഷൻ ഫ്രം എ റൊമാൻറ്റിക് ടു ബിക്കം എ പേഴ്സൺ ഓഫ് സിനിക്കൽ ആയിട്ടുള്ളൊരു വ്യക്തി ആവുന്ന എങ്ങനെയെന്നാണ് ഈ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അദ്ദേഹം തൻ്റെ ലൈഫിൽ കുറച്ച് പേര് മീറ്റ് ചെയ്തു. അപ്പോൾ മീറ്റ് ചെയ്തപ്പോൾ തൻ്റെ മനസ്സിലൂടെ കടന്നു പോവാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ കാണുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് വിത്ത് എ സോൾജിയർ, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഫ്രണ്ട്സ്, പിന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് നെയിംഡ് ലിസ. ഇവർ 3 പേരെയാണ് അദ്ദേഹം എൻകൗണ്ടർ ചെയ്യുന്നത്. സോ ഈ സോൾജിയറിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ സോൾജിയറായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ സോൾജിയറിന് മുന്നേ ഒരു പരിചയവും ഇല്ല, ബട്ട് സ്റ്റിൽ ഹീ വോണ്ടഡ് ടു ടോക്ക്. അപ്പോൾ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, ആ പാർക്കിൽ ഇങ്ങനെ അദ്ദേഹം നടന്നു പോകുന്നു, അവിടെ ആ സോൾജിയറും ഉണ്ടായിരുന്നു. അവർക്ക് മുന്നേ ഒരു പരിചയമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ ഹീ ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് ഒബ്സസ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സോൾജിയറിന് വേണ്ടിയിട്ട് വഴി മാറിക്കൊടുക്കണോ അതോ വഴി തടഞ്ഞു നിർത്തണോ എന്നൊക്കെ ഒരു കാര്യം, അതായത് ഹ്യൂമൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം കൺഫ്യൂസ്ഡ് ആണ്. ഒരു സോൾജിയർ ഫ്രണ്ട് വന്ന് നിൽക്കുന്നു ആൻഡ് വഴി മാറിക്കൊടുക്കണോ ബ്ലോക്ക് ചെയ്ത് നിർത്തണോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഇങ്ങനെ ഒരേപോലെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും താനൊരു പൊട്ടനാണ്, അല്ലെങ്കിൽ തന്നെ കളിയാക്കിക്കൊണ്ടായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. ഇത് ഈവൻ അദ്ദേഹം ഈ വർക്ക്സ് ഒക്കെ എഴുതുന്നില്ലേ, ഓരോരോ ലെറ്റേഴ്സൊക്കെ എഴുതുന്നുണ്ടല്ലോ, അതുപോലും വായിക്കുന്ന ആൾക്കാർ തന്നെ കളിയാക്കുവാണോ എന്നൊരു തോട്ടൊക്കെയാണ്
ഈ അണ്ടർഗ്രൗണ്ട് മാൻ്റെ മനസ്സിലൂടെ എപ്പോഴും കടന്നു പോകുന്നത്. സോ ഒരിക്കൽ അവരുടെ അണ്ടർഗ്രൗണ്ട് മാൻ്റെ സ്കൂൾ മേറ്റ്സ് എല്ലാം ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. ആൻഡ് ഒരു ഡിന്നർ പാർട്ടി, ഒരു നോർമൽ ഡിന്നർ, എല്ലാ സ്കൂൾ മേറ്റ്സും അവിടെ ഗ്യാദറായി. ആ സ്കൂൾ മേറ്റ്സിനെ ഫോളോ ചെയ്ത് അദ്ദേഹവും അങ്ങോട്ടേക്ക് പോയി. ബട്ട് ദ ഫാക്ട് ദാറ്റ് ഹീസ് അൺഇൻവൈറ്റഡ്, അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ വിളിക്കാത്ത സ്ഥലത്ത് അദ്ദേഹം പോയി. ഓക്കെ, അത് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യണം. എന്നിട്ട് അവിടെ പോയിട്ട് ഒരേ സമയം ഹി ക്രേവ്സ് ഫോർ ദെയർ അറ്റൻഷൻ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ക്രേവ് ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം ഹി കെപ്റ്റ് ഓൺ ഇൻസൾട്ടിങ് ഹിസ് ഫ്രണ്ട്സിനെ എല്ലാവരെയും അതും ഇതൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇൻസൾട്ട് ചെയ്യുകയാണ് അദ്ദേഹം സ്വയം. ആൻഡ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബാക്കിയുള്ളവരെല്ലാവരും തന്നെക്കുറിച്ച് മോശമായിട്ടായിരിക്കും ചിന്തിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഒരു നോർമലായിട്ടുള്ള വ്യക്തിയെടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറിയ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുന്നത്, അദ്ദേഹത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോവും. സോ അവർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യത്തില്ലല്ലോ. സോ അവരും എന്താ വിചാരിച്ചത്, ഇവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്, മനഃപൂർവ്വം വന്നതാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫ്ലിക്റ്റഡ് മൈൻഡാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അദ്ദേഹത്തിന് ഡിസയർ ഫോർ ദ ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി കെപ്റ്റ് ഓൺ ഇൻസൾട്ടിങ് ദം. ആൻഡ് തേർഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് നെയിംഡ് ലിസ എന്ന് പറയുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പോയപ്പം അദ്ദേഹം ലിസ അടുത്ത് ഒരു അഡ്വൈസ് കൊടുക്കുന്നത് പോലെ പറയാണ്, ഈ ഒരു യു ഷുഡ് നോട്ട് എൻഗേജ് ഇൻ ദിസ് കൈൻഡ് ഓഫ് പ്രൊഫഷൻ ആൻഡ് അതിൽ നിന്നൊക്കെ മാറണം, നല്ലൊരു ലെക്ചർ തന്നെ ഡെലിവർ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം തന്നോട് ഒരു പരിചയവും ഇല്ലാത്തൊരു വ്യക്തി തനിക്ക് ഇത്രയും ഉപദേശമൊക്കെ തരുന്നു എന്നൊരു കാര്യം, അതായത് നല്ല പാതയിലോട്ട് നീ ഇനി പോകണമെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ലിസയ്ക്ക് എന്ത് ചെയ്തു, അങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളുടെ അണ്ടർഗ്രൗണ്ട് മാനിനെ മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു കുറച്ച് ദിവസത്തിന് ശേഷം. പക്ഷേ ലിസ വന്നത് നല്ല താങ്ക് യു പറയാനാണോ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞതിന്, അതോ ഇനി അണ്ടർഗ്രൗണ്ട് മാനിനെ ഇൻസൾട്ട് ചെയ്യാനാണോ എന്നൊന്നും അറിയൂല. അപ്പോൾ അണ്ടർഗ്രൗണ്ട് മാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് ഈ അണ്ടർഗ്രൗണ്ട് ഹോളിൽ, ആൻഡ് ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. സോ അതിന് പിറ്റി ചെയ്തിട്ടാണ് ലിസ അങ്ങോട്ടേക്ക് വന്നത് എന്ന് കരുതി അണ്ടർഗ്രൗണ്ട് മാൻ അവിടെ അയാളെ വിസിറ്റ് ചെയ്യാൻ വന്ന ലിസയെയും ഓട്ടിച്ചു. അതാണ് അവിടെ നടന്ന സംഭവം. എന്താണെന്ന് വെച്ചാൽ ലിസയെ ഓരോന്നും അതും ഇതൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ നിന്നു. അപ്പം ഷീ ഈസ് റീച്ചിങ് ഔട്ട് ടു ഹിം ഇൻ റെസിപ്രോക്കേഷൻ ടു ഹിസ് ഓൺ കൈൻഡ്നെസ്. അതായത് ആ അഡ്വൈസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേ സമയത്ത് അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു വ്യക്തിയെ പോലും ഏലിയനേറ്റ് ചെയ്ത് ഓടിച്ചു വിട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഹീസ്, അദ്ദേഹം എങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതിയായി, അതേപോലെ തന്നെ ബാക്കിയുള്ളവർ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്തു, ഇതൊക്കെയാണ് സെക്കൻഡ് സെക്ഷനിൽ മെയിൻലി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ സോൾജിയറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ലാതെ ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ തൻ്റെ ലൈഫിൽ കണ്ടപ്പോൾ താൻ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് മെയിൻലി നമ്മൾ സെക്കൻഡ് സെക്ഷനിൽ പാസ്റ്റ് ഇവൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സോൾജിയർ, സെക്കൻഡ് ആയിട്ടുള്ള ആ സ്കൂൾ മേറ്റ്സിൻ്റെത്, തേർഡ് ഈ ലിസയെ കാണാൻ പോയപ്പോൾ ഉള്ളത്. അപ്പോൾ ലിസ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് പോലും അദ്ദേഹം തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്തത് ഏത് രീതിയിലാണ്, ഇൻസൾട്ട് എന്ന രീതിയിലാണ്. സോ അപ്പോൾ അദ്ദേഹം അത്ര ഇൻസൾട്ട് ചെയ്തപ്പോൾ ലിസ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം സെർച്ച് ചെയ്ത് പോയിട്ട് കാണാനും പറ്റിയില്ല. അദ്ദേഹം പൈസ ഒക്കെ എറിഞ്ഞു കൊടുത്തു കേട്ടോ, ലിസയ്ക്ക് ഇങ്ങനെ ക്യാഷൊക്കെ എറിഞ്ഞു, പക്ഷെ അവളതൊന്നും എടുത്തില്ല. അങ്ങോട്ട് അതൊക്കെ ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് എങ്ങനെ ഒരു സിനിക്കൽ പേഴ്സൺ ആയി എന്നുള്ളതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാണുന്നത്. റൊമാൻറ്റിക് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈഫിനെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് കാണുന്നൊരു വ്യക്തി. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ റാഷണൽ ഈഗോയിസം അത് അപ്ഹെൽഡ് ചെയ്യുന്നൊരു ഫിലോസഫറാണ് ഷെർണിഷേവ്സ്കി എന്ന്. അപ്പോൾ ആ ഒരു ഫിലോസഫിയുടെ സ്റ്റോൺസ് ക്രിട്ടിക്കാണ് നമ്മളുടെ ഡെസ്തോവ്സ്കി. സോ അതുകൊണ്ടാണ് അതിനെ ഒപ്പോസ് ചെയ്ത് ഈ നോവലിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ റാഷണൽ ഈഗോയിസത്തിൽ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഏത് പ്രോബ്ലം ആയാലും നമ്മളുടെ റീസൺ അപ്ലൈ ചെയ്താൽ, നമ്മളുടെ തോട്ടും ഇൻ്റലക്ച്വലും റീസണും ഒക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഏതൊരു പ്രോബ്ലം ആയാലും സൊസൈറ്റി നടന്നാലും അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. പ്രീ ഇൻഡസ്ട്രിയൽ എറയിൽ പീപ്പിൾ ഓരോരോ ആൾക്കാരും ഓരോരോ ഫിസിക്കൽ ലേബർ കൊണ്ടിട്ടാണ് ഓരോ ദിവസവും അലൈവായിട്ട് നിന്നത്.
അറ്റ് ദ സെയിം ടൈം ഈ ടെക്നോളജിയിലും സയൻസിലും ഒക്കെ അഡ്വാൻസ്മെൻറ്റ് വന്നപ്പം എന്താണ് മാന് അത്രയും ഫിസിക്കൽ ലേബർ ഒന്നും ചെയ്യേണ്ട ഒരു അവസ്ഥയില്ലല്ലോ. അപ്പോൾ ലൈഫിലൊരു പേർപ്പസ് ഇല്ല, മോഡേൺ മാൻ ഇതുകൊണ്ടിട്ടാണ് ഏലിയനേഷൻ ഫേസ് ചെയ്യുന്നതും എന്ന് ഈ നോവലിലൂടെ ഡസ്റ്റോവസ്കി പറഞ്ഞു വെക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ എൻഡിൽ റിലീജിയനെയും ഫെയ്ത്തിനെയും കുറിച്ചിട്ടും സംസാരിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി ആൻറ്റിഡോട്ട് ടു ദിസ് കൈൻഡ് ഓഫ് ഏലിയനേഷൻ എന്നാണ് ഡസ്റ്റോവസ്കി പറയുന്നത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.